ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്ന ചേമ്പ് താള് ഗ്രീൻ പീസ് ചെയ്തുണ്ടോ. നല്ല ചേമ്പിൻ്റെ ഇലയും താളും കൂടി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതിന് വേണ്ടത് അതിനു വേണ്ടി ആദ്യമേ ഞാൻ ഈ തേങ്ങ ചിരവി വെച്ചു. കാന്താരിക്കാണെങ്കിൽ നല്ല എരിവ് കിട്ടും. അപ്പോൾ കാന്താരിയാണ് ഇന്നതിന് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുത്തു. പിന്നെ ഗ്രീൻ പീസ് ഒരു കുറച്ച് നേരത്തെ അത് ഇങ്ങനെ വേവിച്ച് വെച്ചു. അത് ഒരു 3-4 വിസിൽ മതി, കാരണം ഒത്തിരി വെന്ത് പോയി അത് കൊള്ളില്ല. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നല്ല കോമ്പിനേഷനാണ് ഈ ഗ്രീൻ പീസും ഈ ചേമ്പ് താള് കറിയും. അത് ഒത്തിരി പേര് വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമോയെന്ന് അറിയത്തില്ല. എന്നാലും ഇത് കണ്ടു നോക്കണം. ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനാദ്യം നമ്മളെ ചട്ടി ഇപ്പം ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ചേക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണം. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആദ്യം എന്നിട്ട് നമ്മൾ കടുകൊക്കെ എടുത്ത് വെച്ച് ഇതിന് ഈ ചേമ്പ് നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ തൊടിയിൽ പെട്ടെന്ന് പോയി എടുക്കുന്ന അതിൻ്റെ ഇത് കണ്ടോ, ഈ പൊളിച്ച് കളയണം ഇതിൻ്റെ. പക്ഷേ ചിലരൊന്നും അത് പൊളിച്ച് കളയില്ല. പക്ഷേ പൊളിച്ച് കളയാതിരിക്കുവാണെങ്കിൽ ഇതിന് നല്ല നമ്മുടെ വയറിനകത്ത് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനതങ്ങോട്ട് പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പറ്റില്ല. ഒരു കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഇട്ട് ആ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് എടുക്കണം. അപ്പോൾ ആ കടുക് വെളിച്ചെണ്ണ ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ ഈ തേങ്ങയെല്ലാം ചിരവി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കറി വയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ വീട്ടിലൊരു കറിക്ക് സാധനമില്ല, അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഒരു നല്ല തോരൻ കറി വേണം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വിഭവം. പക്ഷെ അതിൻ്റെ രുചി എന്ന് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഇത് എണ്ണയൊക്കെ ചൂടായി നല്ലതുപോലെ ഇത് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ഉള്ളി എടുത്ത് ഇപ്പം നമുക്ക് ഉള്ളി ഇട്ട് അത് കുറച്ച് അത് ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് വേണം. അത് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അത് ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് കുറച്ച് നല്ലോണം വേണം. ഇനി നമുക്ക് ആ ചേമ്പിൻ്റെ ഇലയും താളും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അത് ഇട്ട് കൊടുക്കണം. ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു മൂക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടായി ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും കരിഞ്ഞു പോകാതെ അത് ഇളക്കി കൊടുക്കണം. നല്ലതാട്ടോ ഇത്. എല്ലാവരും ചെയ്ത് നോക്കണേ, മറക്കരുത്. കാരണം നമ്മൾ വെറുതെ വേസ്റ്റേക്ക് കളയുന്നത് ചേമ്പൊക്കെ ആർക്കും ഇതിൻ്റെ ആ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഒരിച്ചിരിയോടെ, അപ്പോൾ നമുക്ക് അറിയാം ഇതൊക്കെ എടുക്കുമ്പോൾ വേണമെങ്കിൽ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് തൂക്കിയാൽ മതി. ഇനി നമുക്ക് കോമ്പിനേഷനായ ഗ്രീൻ പീസ് ആട്ടോ ഇത്. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണം.
അതിൻ്റെ വെള്ളം പാടില്ല. ഇതിന് വെള്ളം ഒത്തിരി ഇത്. അപ്പോൾ വെള്ളം ആയാൽ കുഴഞ്ഞിരിക്കും. അപ്പോൾ കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ആ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മളത് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത്രയാണ്. ആ വെള്ളവും കൂടെ മാറ്റി വെച്ച് വേണം. അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നേ. ആ ഉപ്പും കൂടെ ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഇനി നമ്മൾ ഇനിയൊരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഈ വെള്ളം ഉപ്പ് നീരൊഴിക്കരുതേ, കാരണം ഇച്ചിരി കുഴഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പൊടിയുപ്പാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് അതിൻ്റെ അടി പറ്റാതെ തന്നെ ഇളക്കി കൊടുക്കണം. നല്ല കോമ്പിനേഷനാട്ടോ. നിങ്ങളത് ഇത് ചെയ്യാൻ മടിക്കരുത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ച് നമ്മൾ ഒരു നല്ല മൂടി വെച്ച് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ചെറിയ ആവിയിലിട്ട് ഇത് വേവിച്ചെടുക്കണം. ചെറിയ ഇനി നമുക്ക് വേണ്ടത് ഒരു അടപ്പാണ്. അടപ്പെടുത്ത് നമുക്ക് അടച്ച് മൂടി വെച്ച് സിമ്മിലിട്ട് ഗ്യാസിൻ്റെ തീ സിമ്മിലിട്ട് വെച്ച് ഒരു 10 മിനിറ്റ് അടയ്ക്കുമ്പോൾ അടിപൊളി ചേമ്പ് താളം ഗ്രീൻ പീസ് കറി. കറക്റ്റ് ഉപ്പൊക്കെയാണ്. അതിന് പയ്യെ ഇരുന്ന് വെന്ത് വരുന്നു. വീഡിയോ കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതവിടെ ഇരുന്ന് സിമ്മിലിട്ട് വേഗം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കിത് നല്ലോണം വെന്ത് വന്നു. എന്തൊരു നല്ല കറിയായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പറായിരിക്കും. ഓക്കേ.